ഓക്കെ. നമുക്കപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ആണുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(t) = 1/1+t² t ഇയേഴ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻസ്റ്റൻറ്റ് ടി ഒരു വർഷം എന്ന് വെച്ചാൽ ആ പോയിൻ്റ് ഒരു വർഷം അല്ലെങ്കിൽ 1.1 വർഷം ആ ഒരു സമയത്ത് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് ഈ 1/1+t². അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 6 മാസത്തേക്കുള്ള റിലയബിലിറ്റിയാണ്. പക്ഷേ ഈ ഒരു യൂണിറ്റിൻ്റെ അല്ല, നമുക്ക് 3 യൂണിറ്റ്സ് പാരലലുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു യൂണിറ്റിൻ്റെ ഇൻഡിവിജ്വൽ റിലയബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം PDF നമുക്കുണ്ട് 1/1+t² ഉണ്ട്. CDF അതായത് അൺടിൽ ടൈം ടി നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എത്രയാണ് അത് കണ്ടുപിടിക്കണം. ആ പീരീഡിലുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ ചെയ്ത പോലെ തന്നെ F(t) നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര? 0 to t 1/1+t² dt എന്ന് കിട്ടും അല്ലേ? ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ 1+t² ആണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ 1+t = x കൊടുക്കുക, dt = dx എന്ന് വരും. ലിമിറ്റ്സ് അതിനനുസരിച്ച് മാറും. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരും. 1/x² എന്ന് വരും. dx ആവും. ലിമിറ്റ് എനിക്ക് തോന്നുന്നു x-1 x-1 ആണെന്ന് തോന്നുന്നു. നോക്കിയാൽ മതി. ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടുന്നത് f(t) = 1-1/1+t എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് ടിൽ ടൈം ടി ഉള്ള പീരീഡിൽ ഇത് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലയബിലിറ്റി എത്രയായിരിക്കും? R(t) = 1/1+t ആയിരിക്കും. നമുക്ക് പറഞ്ഞിട്ടുള്ള 6 മാസത്തേക്കുള്ള റിലയബിലിറ്റിയാണ്. അപ്പോൾ ടി ഇൻ ഇയേഴ്സ് അല്ലേ? അപ്പോൾ t = 0.5. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലയബിലിറ്റി ഈ 1/1.5 ആണ്. 1/1.5 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്? പാരലൽ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 1/1.5 1/1.5 ഇങ്ങനെ 3 സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ മൊത്തം റിലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം R1 + R2 + R3 -R1 R2 -R2 R3 -R1 R3 + R1 R2 R3 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ ഈ പ്രോബ്ലത്തിന് ചെയ്യുന്നത്.